ലോയിൽ പറയുന്നതാണ് ഗാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് 2 അല്ലീൽസ്, ഒരു ക്യാരക്ടറിന്റെ 2 അല്ലീൽസ്, ഒരു ജീനിന്റെ 2 അല്ലീൽസ് ആണ് ഒരു സെല്ലിനകത്തുള്ളത്. ഈ 2 അല്ലീൽസും സെപ്പറേറ്റഡ് ആയിട്ട് ഡിഫറെന്റ് ഗാമേറ്റുകളിലേക്ക് പാസ് ചെയ്യപ്പെടും. അങ്ങനെ 2 ഡിഫറെന്റ് ഗാമേറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. ഓരോ ഗാമേറ്റിലും ഓരോ അല്ലീൽ ഉണ്ടാവും. മെയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലാണ് ഗാമേറ്റ് ഫോർമേഷൻ നടക്കുന്നത്. ഒരു സൊമാറ്റിക് സെല്ലിൽ ഹോമോലോഗസ് ക്രോമസോംസ് 2 ഇരിക്കുന്നുണ്ട്. അതിൽ ഇപ്പം ഇവിടെ സീഡ് ഷേപ്പ് ഡിസൈഡ് ചെയ്യുന്ന ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. സീഡ് ഷേപ്പ്, റൗണ്ട് ഷേപ്പ് കാണിക്കുന്ന ആളാണ് ക്യാപിറ്റൽ ആർ എന്ന് വിചാരിക്കുക. റിങ്കിൾഡ് ഷേപ്പ് കാണിക്കുന്നതിന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്മോൾ ആർ. അപ്പം ഈ ഹോമോലോഗസ് ക്രോമസോമിൽ ഇതേ ലൊക്കേഷനിൽ ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന അല്ലിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ സ്മോൾ ആർ എന്ന് പറയുന്ന അല്ലിലാണ് ഇരിക്കുന്നത്. മിയോസിസ് 1 കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 2 ഹോമോലോഗസ് ക്രോമസോം സ്പ്ലിറ്റ് ആയി ഒരു സെല്ലിനകത്തേക്ക് ക്യാപിറ്റൽ ആറും മറ്റേനകത്തേക്ക് സ്മോൾ ആറും കടന്നു പോകും. മിയോസിസ് 2 കഴിയുമ്പം 4 ഡിഫറെന്റ് സെൽസ് ആവും. അതിനെയാണ് നമ്മൾ ഗമേറ്റ്സ് അല്ലെങ്കിൽ സെക്സ് സെൽസ് എന്ന് വിളിക്കുന്നത്. ആ 4 ഗമേറ്റ്സിൽ ഓരോന്നിലും ഒരു അല്ലീലേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഗമേറ്റ് ഫോർമേഷൻ. ഗമേറ്റ് ഫോർമേഷന്റെ സമയത്ത് 2 അല്ലീലുള്ളത് പാസ് ഓൺ ടു ദി ഡിഫറെന്റ് ഗമേറ്റ്സ് ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻ. അതായത് ഇത് ഒന്നിങ്ങോട്ട് പോയാൽ ഒന്നിങ്ങോട്ട് പോകും. ഡിഫറെന്റ് വിച്ച് ക്യാരീസ് ഓൺലി 2 ഗമേറ്റ്സ് ഉണ്ടായി വിച്ച് ക്യാരീസ് ഓൺലി 1 അല്ലീൽ ഫോർ ഈച്ച് ജീൻ. ഒരു ജീനിന്റെ ഒരു അല്ലീലായിരിക്കും ഒരു ഗാമേറ്റിനകത്ത് ഉണ്ടാവുക.